നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ ഒന്ന് പോയി ഭഗവാനെയൊക്കെ കണ്ടു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഇന്ന് അടുക്കളയിലൊന്നും കയറില്ല കേട്ടോ. നിങ്ങൾ അടുക്കളയിൽ പോയിക്കോ, ഞാൻ പുറത്ത് നിൽക്കൊണ്ട്. ഇന്ന് ഞാനൊരു ചെറിയ മീൻകറി മാങ്ങാച്ചാറൊക്കെയാണ് വച്ചത്. അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. എല്ലാവർക്കും വളരെയധികം താങ്ക്സ്. ഒരു അടിപൊളി മീൻകറി വയ്ക്കാം. അതിലേക്ക് വേണ്ടി ഒരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു സവാള, ഒരു 5 ചെറിയ ഉള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു, ടൊമാറ്റോ. അത് നല്ലവണ്ണം വശക്കിയതിന് ശേഷം മാത്രം ഒരു പിടി തേങ്ങയും ഒരു 2-4 കശുവണ്ടിയും കൂടെ ഇട്ട് അതിലൂടെ നല്ലവണ്ണം വഴറ്റണം. അത് രണ്ടും നല്ലവണ്ണം വഴറ്റി എല്ലാം നല്ല മൂത്തതിന് ശേഷം അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ആ ചട്ടി തന്നെ കഴുകി വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 സ്പൂൺ ഉലുവ, മുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് മുളക് പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചു. അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കൂട്ട് മിക്സിയിൽ അരച്ച് അതിനെ ഒഴിച്ച് കുറച്ച് കല്ലുപ്പും കൂടി ഒഴിച്ച് തിളപ്പിച്ചു. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന കൊഴിയാള മീനാണ്, വള്ളിക്കൊഴിയാള മീനാണ്, അതിനെയും കൂടി പറക്കിയിട്ട് വെച്ചു. പക്ഷേ പറയാതിരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. സൂപ്പറെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. വേറെ ഒരു കറിയും വേണ്ട. മരിച്ചിനിക്കും ചക്കയ്ക്കൊക്കെ ഞാൻ ഇപ്പം 2 ദിവസം കൊണ്ട് ചോറൊന്നും വയ്ക്കാൻ കഴിയില്ല, പിള്ളേരില്ലാത്തതുകൊണ്ട് ഞാൻ ചക്കയാണ് അവിക്കുന്നത്. സൂപ്പർ ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. അടുത്ത് ഞാൻ മാങ്ങ അച്ചാർ വയ്ക്കാൻ വേണം. നമ്മളെ പഴയ മാങ്ങ അച്ചാറാണ്, ഇപ്പോഴത്തെ രീതിയിലുള്ള ഒന്നുമല്ല. പണ്ടത്തെ കാലത്ത് അമ്മയൊക്കെ വയ്ക്കണം അതേ രീതി തന്നെയാണ്. ഒരു പ്രത്യേകതയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ അതിലേക്ക് വേണ്ടി 1 കുടം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തു. അത് ചൂട് കൂടിയതുകൊണ്ടാണ് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയത്. അതിലേക്ക് ഒരു കാശ്മീരി മുളക് പൊടിയും 1 സ്പൂണ് സാദാ മുളക് പൊടി, 1/2 സ്പൂണ് കടുക്, 1/2 സ്പൂണ് ഉലുവയും വറുത്ത് പൊടിച്ചതും, ആവശ്യത്തിന് മാങ്ങയുടെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1 സ്പൂണ് കായപ്പൊടി എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുത്തു. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക് യു. കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മടി കാണിക്കില്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നിങ്ങളെന്നെ സഹായിക്കും. എന്ത് നിങ്ങളിങ്ങനെ എല്ലാവരും മടി കാണിക്കണം പ്ലീസ്.